ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ തുടങ്ങാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. പിതാവാൻ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പിതാവാൻ ദൈവമേ, അവിടുന്ന് എത്രമാത്രം കരുണയും സ്നേഹവും ഞങ്ങളുടെ മേൽ ചൊരിയുന്നു. അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കുവാനായി ഈശോയെ പറഞ്ഞു വിട്ട് ഒത്തിരി നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളെ രക്ഷിക്കുവാനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും ഏറ്റെടുത്ത് മരിച്ചു ഉയർത്തെഴുന്നേറ്റു. ഈശോയെ, നന്ദി പറയുന്നു. ഈശോയെ, അവിടെ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ നിന്നെ അനാഥനായി കൈവിടുകയില്ല. ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. പെറ്റയമ്മ നിൻ്റെ മറന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവേ, അങ്ങ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. വചനത്തിലും അപ്പത്തിലും ആത്മാവിലും അങ്ങ് എൻ്റെ കൂടെ വസിക്കുന്നു. ഞാൻ തനിച്ചല്ല. ആരെല്ലാം എന്നെ തള്ളിപ്പറഞ്ഞാലും ഇട്ടിട്ട് പോയാലും ശരി, അങ്ങ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ ഈശോയെ നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ, ഞാനല്ലേ പലപ്പോഴും അങ്ങയുടെ കൂടെയില്ലാത്തത്. ഈശോയെ, അങ്ങയുടെ കൂടെ നടക്കാൻ എന്നെ സഹായിക്കണമേ. ഈശോയെ, അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം തരണമേ. പരിശുദ്ധാത്മാവെ, ഒത്തിരി നന്ദി പറയുകയാണ്. ഈശോയുടെ നാമത്തിൽ ഇങ്ങനെ നിൽക്കുവാനും ഈശോയുടെ വചനം പ്രഘോഷിക്കുവാനും സഹായിക്കുന്നതിനെ ഓർത്ത് പരിശുദ്ധാത്മാവെ ഒത്തിരി നന്ദി പറയുകയാണ്. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മറിയമേ, നന്ദി പറയുകയാണ്. അമ്മ ശുശ്രൂഷയിൽ സഹായിക്കുന്നതിനെ ഓർത്ത്, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന സന്ദേശം ഇതാണ്: ഇതാ നിന്റെ അമ്മ. ഇത് ഈശോ പറഞ്ഞ വചനമാണ്. ഈ വചനം ഏതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനമാണ്. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വചനമാണിത്. ഈശോയിനെ മാതാവ് ഒത്തിരി സ്നേഹിച്ചിരുന്നു. മാതാവും ഈശോയിനെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. യോഹന്നാൻ ഈശോയുടെ ഒത്തിരി സ്നേഹമായിരുന്നു. അന്ത്യത്താഴത്തിൻ്റെ പിക്ചർ നാം കാണുമ്പോൾ അതിൽ കാണാം യേശുവിൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന വളരെ പ്രായം കുറഞ്ഞ ഒരു ശിഷ്യനെ കാണാം. ഇതാണ് യോഹന്നാൻ ശ്ലീഹ. ശ്ലീഹന്മാരിൽ ഏറ്റവും പ്രായക്കുറവുള്ള വ്യക്തിയായിരുന്നു യോഹന്നാൻ എന്ന് പറയുന്ന ശിഷ്യൻ. ആദ്യം ബൈബിളിൽ നാം കാണുന്നത് യോഹന്നാൻ്റെ അമ്മ വന്ന് ഈശോയുടെ അടുത്ത് പറയുകയാണ്. സെബദി പുത്രന്മാരുടെ അമ്മ വന്ന് ഈശോയുടെ അടുത്ത് പറയുകയാണ്, ഈശോയെ, എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവനെ നിൻ്റെ ഇടത്തും അവരെന്നെ നിൻ്റെ വലത്തും ഇരുത്തണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈശോ അതിന് മറുപടി പറയുന്നുണ്ട്, ഞാനല്ല തീരുമാനിക്കേണ്ടത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് തീരുമാനിക്കേണ്ടതെന്ന്. പിന്നീട് നാം കുറച്ചും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പല സ്ഥലത്തും ശുശ്രൂഷയ്ക്കായിട്ട് പറഞ്ഞു വിട്ടിട്ട് സമരിയ ദേശത്തെന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ളവർ സുവിശേഷത്തിനെതിരെ നിൽക്കുന്നു. ഈശോയ്ക്ക് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അനുമതി നിഷേധിക്കുമ്പോൾ യോഹന്നാൻ വളരെ ശോഭത്തോടെ പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി യുവമാരെ ദഹിപ്പിച്ച് കളയട്ടെ എന്ന്. അപ്പോൾ യോഹന്നാൻ്റെ ഒരു പഴയകാല സംഭവമാണ്, പഴയ സ്വഭാവമാണ് ഇവിടെ എല്ലാം കാണിക്കുന്നത്. അല്ലെങ്കിൽ സ്ഥാനം ആഗ്രഹിച്ച ഒരു വ്യക്തി കുറച്ച് കൃപകൾ, കുറച്ച് വരങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ കർത്താവേ, സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി ഇവരെ ഞാൻ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞൊരു വ്യക്തി, അതായത് പക്വതയില്ലാതെ ആത്മീയമായി വളരാതെ കിട്ടുന്ന കൃപ പെട്ടെന്ന് ദുരുപയോഗം ചെയ്യുന്ന ഒരവസ്ഥയിലായിരുന്ന, പക്വതയില്ലായിരുന്ന ഒരു വ്യക്തി. ആ വ്യക്തി എന്നാൽ പിന്നീട് ഈശോയുടെ വചനം കേട്ട് ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് സൗഖ്യവും വിടുതലും ഒക്കെ കിട്ടി മാനസാന്തരപ്പെട്ട് ഈശോയുടെ മാറോട് ചേർന്നിരിക്കുന്നു. വലതുവശത്താണ് കാണുന്നത്. ആദ്യം അവരുടെ അമ്മ എന്ന് പറഞ്ഞായിരുന്നു, എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവനെ ഇടത്തും വലത്തും ഇരുത്തണേ എന്ന്. അവസാനം അത് പ്രാപിക്കുകയും ചെയ്തു. സെബദി പുത്രന്മാരാണ് യാക്കോബും യോഹന്നാനും. യോഹന്നാൻ ഈശോയുടെ വലതുവശത്തിരുന്നു. അതുപോലെ തന്നെ സ്ലീഹന്മാരുടെ കൂട്ടത്തിൽ, വിശുദ്ധരുടെ കൂട്ടത്തിൽ യാക്കോബ് ശ്ലീഹായും എത്തപ്പെട്ടു. നോക്കിക്കേ, ആദ്യം ഭൗതികമായി ആഗ്രഹിച്ചെങ്കിലും പിന്നീട് ഈശോയുടെ കൂടെ കൂടി മാനസാന്തരം വന്ന് അവസാനം അവരത് പ്രാപിച്ച്, അവരെന്താഗ്രഹിച്ചുവോ അത് പ്രാപിക്കുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തനിക്ക് പ്രിയപ്പെട്ട ശിഷ്യനെയാണ് ഈശോ ഈ ലോകത്തു നിന്നും തൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കി പിതാവിൻ്റെ അടുത്തേക്ക്, അതായത് മനുഷ്യത്വം വിട്ട് ദൈവമായിട്ട് പോകുന്ന സമയത്ത്, പരിത്രാണം നടത്തുക എന്ന് പറയുന്നതിന് രക്ഷാകര പദ്ധതി നടത്തുന്ന ഈ സമയത്ത് ഈശോ താൻ സ്നേഹിച്ച തൻ്റെ അമ്മയെ, താൻ സ്നേഹിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് കാണുന്നത്.
അതുപോലെ യോഹന്നാനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ഈശോ ഒത്തിരി വചനം പഠിപ്പിച്ചിട്ടുണ്ട്. 4 സുവിശേഷങ്ങളിലും ഈശോ പഠിപ്പിച്ച വചനങ്ങൾ മുഴുവനില്ലെങ്കിൽ പോലും കുറെ എഴുതിയിട്ടുണ്ട്. കാരണം ഈശോ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും എഴുതണമെങ്കിൽ ലോകത്തിലുള്ള എല്ലാ പുസ്തകവും മതിയാകത്തില്ല. അപ്പോൾ ഈ 4 സുവിശേഷത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ഈ ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈശോ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. ഈ പഠിപ്പിച്ചതെല്ലാം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല പഠിപ്പിച്ചത്. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 12 സ്ത്രീയന്മാർക്ക് വേണ്ടി മാത്രമല്ല പഠിപ്പിച്ചത്. സമസ്ത മനുഷ്യർക്കും വേണ്ടി, എല്ലാ തലമുറകളിലുള്ള മനുഷ്യനും രക്ഷ പ്രാപിക്കാൻ വേണ്ടി, മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൽ എത്താൻ വേണ്ടി ആണ് യേശു സുവിശേഷം പ്രസംഗിച്ചത്. ഒരു കാലഘട്ടത്തിന് വേണ്ടി മാത്രമല്ല, ഒരു മതത്തിന് വേണ്ടി മാത്രമല്ല, ഒരു സഭയ്ക്ക് വേണ്ടി മാത്രമല്ല. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, രക്ഷയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് സുവിശേഷം എഴുതപ്പെട്ടത്, ഇന്നും പ്രസംഗിക്കപ്പെടുന്നത്. ലോകത്തെവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കുന്നത് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ സഭയിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ യോഹന്നാനെ നോക്കി ഈശോ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ അമ്മ നമുക്ക് എല്ലാവർക്കുമുള്ള അമ്മയാണ്. യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിൻ്റെ ശിഷ്യനാകാൻ, ക്രിസ്തുവിൻ്റെ അനുയായിയാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ് ഈ അമ്മ. ക്രിസ്തുവിനെ സ്നേഹിച്ച, അമ്മയെ സ്നേഹിച്ച യോഹന്നാൻ എന്താ ചെയ്തതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഇതാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ചെയ്യേണ്ടത്. ഇതാണ് യഥാർത്ഥ അപ്പസ്തോലൻ ചെയ്യേണ്ടത്. യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഒരു വ്യക്തി, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, യേശുക്രിസ്തുവിന്റെ മാർഗ്ഗത്തിൽ നടക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ അമ്മയെ സ്നേഹിക്കണം. യേശുവിൻ്റെ അമ്മ എൻ്റെ അമ്മയാണ്, നിങ്ങൾ ഓരോരുത്തരുടെ അമ്മയാണ്. യേശുവിനെ സ്നേഹിക്കുന്നു പറയുന്ന ഒരു വ്യക്തിക്ക് ഇത് ചെയ്തേ മതിയാവൂ. ഇല്ലെങ്കിൽ യേശുവിനോട് യഥാർത്ഥ സ്നേഹമില്ല. യേശുവിനെ എനിക്കിഷ്ടമാണ്, യേശുവിൻ്റെ അമ്മയെ ഇഷ്ടമില്ല, യേശുവിൻ്റെ വളർത്തച്ഛനെ ഇഷ്ടമില്ല, യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അതെന്ത് സ്നേഹമാണ്? ദൈവസ്നേഹമാണെങ്കിൽ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർ മനുഷ്യരെ സ്നേഹിച്ചേ മതിയാവുകയുള്ളൂ. ദൈവമാർഗത്തിൽ നടന്നവരെ സ്നേഹിച്ചാൽ മതിയാവത്തുള്ളൂ. അതാണ് സ്നേഹത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 13 പറയുന്നുണ്ട് സ്നേഹം എന്താണെന്ന്. സ്നേഹം സകലതും ക്ഷമിക്കുന്നു, ത്യജിക്കുന്നു. സ്നേഹം കലഹിക്കുന്നില്ല, അസൂയപ്പെടുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം സർവവും ത്യജിക്കുന്നു, സകലതും മറക്കുന്നു, പൊറുക്കുന്നു. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞെങ്കിൽ ആ അമ്മ എൻ്റെയും നിങ്ങളുടെയും അമ്മയാണ്. എൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ കന്യാമറിയം ഒരു ദിവസം എൻ്റെ മുന്നിൽ ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അമ്മയോട് ചോദിച്ചു ജപമാല പ്രാർത്ഥനയെ പറ്റി ഒരു സംശയം. അപ്പോൾ പരിശുദ്ധ കന്യാമറിയം അടുത്ത് ഈശോ നിൽപ്പുണ്ട്, ഔസേപ്പിതാവ് നിൽപ്പുണ്ട്, പൗലോസ്ലിയ, പത്രോസ്ലിയ, അനേകം വിശുദ്ധന്മാർ നിൽപ്പുണ്ട്. എനിക്കെന്നാലും ആത്മാവിൽ സ്വർഗീയ ദർശനത്തിൽ ഇത് ആരൊക്കെയാന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ തലയിൽ ഈ കിരീടം കാണാം. വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഈശോയ്ക്ക് വെള്ള വസ്ത്രവും ചുവന്ന ഷാളുമുണ്ട്. ഔസേപ്പിതാവിനാണെങ്കിൽ വെള്ള വസ്ത്രമാണുള്ളത്. പൗലോസ്ലിയായുണ്ട്, കഷണ്ടിയുള്ള ആളാണ്, പൊക്കക്കുറവാണ്, വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഇവരെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് സ്വർഗീയ ദർശനമാണ്. അപ്പോൾ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് പറയുകയാണ്, മോനെ, ജപമാല എന്ന് പറയുന്ന പ്രാർത്ഥന ജീസസിനോടുള്ള പ്രാർത്ഥനയാണ്. അമ്മ പറഞ്ഞ അതേ വാക്ക് തന്നെ ഞാൻ പറഞ്ഞത്, ജീസസിനോടുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ ഒരുമിച്ച് ജീസസിന്റെ ജീവിതത്തെ ധ്യാനിക്കുകയാണ്. നമ്മൾ ഒന്നിച്ച് ജീസസിന്റെ കൂടെ പോവുകയാണ്. മോനെ, ഇത് നീ പോകുന്നിടത്തെല്ലാം പറയണം, എല്ലാവരോടും പറയണം. ഇതാണ് പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞത് ദർശനത്തിൽ. അന്ന് മുതൽ എനിക്ക് അമ്മയോട് ഒത്തിരി സ്നേഹം തോന്നി. എൻ്റെ പ്രാർത്ഥനയിൽ, ശുശ്രൂഷയിലെല്ലാം അമ്മ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഈശോ എൻ്റെ വലതുവശത്ത് ദർശനത്തിൽ നിൽക്കുന്നതിന് കാണാൻ സാധിക്കും. എൻ്റെ അമ്മ എൻ്റെ ഇടതുവശത്തതും. നിങ്ങൾക്ക് ദർശനപരമുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഈശോ നിൽക്കുന്നു, ഇവിടെ പരിശുദ്ധ അമ്മ നിൽക്കുന്നു. ഇത് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എത്ര പാപിയും കുറവും ബലഹീനനുമായ വ്യക്തിയായിട്ട് ഈശോ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് സാധിക്കും. ഈശോ തരുന്ന സൗജന്യമായ ദാനമാണ് ഈ ദർശനപരം എന്നൊക്കെ പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ വലിയ സ്വഭാവവിശേഷത ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. പരിശുദ്ധ അമ്മ പ്രാർത്ഥനയിൽ വളരെ നിന്നിരുന്ന ആ ചെറുപ്രായത്തിൽ നിന്ന് 12-13 വയസ്സ് പ്രായമുണ്ടായിരുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ സന്ദേശമാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്കൊരു ജോലിക്കുള്ള അപ്പോയിൻമെൻറ്റ് വരികയാണെന്ന് കരുതുക. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും അവരെന്നെ ജോലിക്കായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള ലെറ്റർ അവർ പ്രിൻ്റ് എടുത്ത് പാക്ക് ചെയ്ത് അവർ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കുന്നു. പോസ്റ്റ് ഓഫീസിൽ നിന്ന് അത് അയച്ച് ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് പോസ്റ്റ്മാൻ കൊണ്ട് എൻ്റെ കൈ കൊണ്ട് തരുന്നു. ഈ പോസ്റ്റ്മാൻ്റെ സന്ദേശമാണോ എനിക്ക് തരുന്നത്? പോസ്റ്റ്മാനാണോ എന്നെ ജോലിക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? പോസ്റ്റ്മാനാണോ എനിക്ക് ശമ്പളം തരുന്നത്? അല്ല. പോസ്റ്റ്മാൻ
എൻ്റെ എംപ്ലോയ്മെന്റ് ലെറ്റർ എനിക്ക് കൊണ്ട് തരികയാണ് ചെയ്യുന്നത്. ഇതേപോലെ ദൈവം കൊടുക്കുന്ന സന്ദേശം ദൂതന്റെ സന്ദേശമല്ല, ദൈവത്തിന്റെ സന്ദേശം ദൈവം ദൂതൻ വഴി പരിശുദ്ധ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുന്നു. അമ്മ അത് സ്വീകരിക്കുന്നു, മുട്ടുകുത്തി ദൈവത്തിന്റെ ദൂതന്റെ മുന്നിൽ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം എൻ്റെ ദൈവത്തിന്റെ ദൂതനല്ലേ, ആ ദൂതനെ സ്നേഹിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ആ ദൂതൻ പറഞ്ഞ വാക്കിന്റെ മുന്നിൽ പറയുകയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. നോയിക്കേ, എന്തൊരു താഴ്മ. എനിക്കും നിങ്ങൾക്കും ഇതുപോലെ പറയാൻ പറ്റുമോ പ്രിയ സഹോദരങ്ങളെ? ഇതേപോലെ താഴാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഹിതം നിറവേറട്ടെ നമ്മൾ പറയാറുണ്ടോ? എൻ്റെ ഇഷ്ടം നിറവേറണം, എൻ്റെ താല്പര്യം നിറവേറണം, എൻ്റെ ജീവിതം ഞാനാ തീരുമാനിക്കും, ഞാൻ ഇഷ്ടമുള്ളത് കഴിക്കും, ഇഷ്ടമുള്ളത് കുടിക്കും, ഇഷ്ടമുള്ളത് തിന്നും, ഇഷ്ടമുള്ളത് ധരിക്കും. വിവാഹം കഴിഞ്ഞെങ്കിലും നമ്മൾ നമ്മുടെ ഭാര്യയുടെ ഇഷ്ടം നോക്കാറുണ്ടോ? ഭർത്താവിന്റെ ഇഷ്ടം നോക്കാറുണ്ടോ? കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം നമ്മളാ തീരുമാനിക്കുന്നത്. അവരെന്ത് പഠിക്കണം, ഏത് സ്കൂളിൽ പോകണം, എന്തിടണം, എന്ത് ഷൂ ധരിക്കണം, എന്ത് കഴിക്കണം, നമ്മളാ തീരുമാനിക്കുന്നത്. നമ്മളെല്ലാം അടിച്ചേൽപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ മേല്, നമ്മുടെ കുടുംബാംഗങ്ങളുടെ മേല്, നമ്മുടെ സമൂഹത്തിലുമെല്ലാം നമ്മുടെ പിടിവാശി, നമ്മുടെ അഭിപ്രായങ്ങളും നമ്മൾ നടപ്പിലാക്കണമെന്ന് വാശി പിടിക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തെ പോലെ കർത്താവിന്റെ ഹിതം നിറവേറണമെന്ന് പറയാനായിട്ട് നമുക്ക് ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ? എത്ര ദൈവമക്കൾക്ക് പറ്റുന്നുണ്ട്? എത്ര മറിയത്തിന്റെ മക്കൾക്ക് പറ്റുന്നുണ്ട് ഈ കാര്യം? ദൈവത്തിന്റെ മകനും മകളുമാണെങ്കിൽ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ മക്കളാണെങ്കിൽ ഇത് പറയാൻ പഠിക്കണം നമ്മൾ. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എല്ലാ കാര്യത്തിലും. രോഗം വന്നാലും, പ്രശ്നം വന്നാലും, തകർച്ച വന്നാലും, എന്തെല്ലാം പരീക്ഷ വന്നാലും എൻ്റെ കർത്താവിന്റെ ഹിതം നിറവേറട്ടെ. എൻ്റെ അമ്മയോട് എനിക്ക് ഒത്തിരി സ്നേഹം തോന്നുന്നു. വീണ്ടും ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ കന്യാമറിയം ഗർഭം ധരിക്കുമ്പോൾ ആ ഈശോയെ കിട്ടിയ വചനമായിരുന്ന ആ ഈശോയെ ഗർഭം ധരിച്ച പരിശുദ്ധ കന്യാമറിയം ഈശോയെ കിട്ടിയ ഉടനെ എന്താ ചെയ്തത്? തൻ്റെ ഇളയമ്മയായ ഏലീശ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അനേക ദൂരം യാത്ര ചെയ്ത്, മലമുകളിലൂടെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് തൻ്റെ ഇളയമ്മയെ സഹായിക്കാൻ വേണ്ടി പോകുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിൽ എത്ര പേർക്ക് ഇത് സാധിക്കും? ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ തുടങ്ങും റെസ്റ്റ് എടുപ്പ്. അനങ്ങാൻ പാടില്ല, തിരിയാൻ പാടില്ല, മറിയാൻ പാടില്ല, യാത്രയില്ല, 3 മാസത്തേക്ക് സൂക്ഷിക്കണം, 6 മാസത്തേക്ക് സൂക്ഷിക്കണം. നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ വേറെ ആളെ സഹായിക്കാനായിട്ട്? എന്തെങ്കിലും പണിയെടുക്കുമോ? ദൈവം തന്ന ഗർഭം അത് നഷ്ടപ്പെടില്ല. നമ്മുടെ വിശ്വാസക്കുറവ്, ദൈവത്തിലുള്ള ആശ്രയബോധ കുറവ് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പരിശുദ്ധ കന്യാമറിയത്തെ പോലെ നമുക്ക് മറ്റൊരാളെ സഹായിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ പറ്റണം. ഇന്നു മുതൽ ഈ പാഠം നമ്മൾ പഠിക്കണം പ്രിയ സഹോദരങ്ങളെ. ഇനി വീണ്ടും കാണുകയാണ്, പരിശുദ്ധ കന്യാമറിയം എലിസബത്തിന്റെ വീട്ടിൽ ചെല്ലുന്നു. പരിശുദ്ധ കന്യാമറിയത്തെ കണ്ടപ്പോൾ എലിസബത്തിന് ഭയങ്കര സന്തോഷം തോന്നി. പരിശുദ്ധ കന്യാമറിയം അഭിവാദ്യം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന സ്നാപക യോഹന്നാൻ അഭിഷേകത്താൽ നിറയുന്നു. അഭിഷേകമുള്ള മറ്റൊരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. പരിശുദ്ധ കന്യാമറിയം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ ഗർഭിണിയുടെ വയറ്റിനുള്ളിൽ കിടന്ന കുഞ്ഞ് അഭിഷേകത്താൽ കുതിച്ചു ചാടുന്നു. ഞാനും നിങ്ങളും വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് നടക്കുന്നുണ്ടോ ഇല്ലയോ? കുദാശയിൽ ജീവിക്കുന്നവര്, വിസ്തുർബാന സ്വീകരിക്കുന്നവര്, കുമ്പസാരിക്കുന്നവര്, എന്തുമാത്രം പ്രാർത്ഥിക്കുന്നവര്, എന്തുമാത്രം വചനം കേൾക്കുന്നവര്, ധ്യാനം കൂടുന്നവര്, നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ളവര് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നുണ്ടോ ഇല്ലയോ? നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ മുതൽ അവർക്ക് നമ്മളെ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോയാൽ മതി എന്നാണോ തോന്നുന്നത്? ദൈവമേ, ഈ വ്യക്തി ഒന്ന് പോയാൽ മതിയായിരുന്നു. വന്നപ്പോൾ മുതൽ അസ്വസ്ഥതയാ, മുഴുവൻ കുറ്റം പറഞ്ഞലാണ്, വിധിക്കലാണ്, സകലരെയും വഴിപറച്ചിലാണ്. ആരെയും ഇഷ്ടമില്ല. ലോകത്തിന് ഉള്ള എല്ലാ വിഷയവും എടുത്തു പറയും. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിലുള്ള സകല കാര്യത്തെപ്പറ്റി നമ്മളെ വിമർശിക്കും, സകലരെയും വിധിക്കും. ഇതാണോ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത്? പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു തരികയാണ്, മോനെ, മോളെ, നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ളവർക്ക് നീ അഭിഷേകം കൊടുക്കാൻ പറ്റണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. വീണ്ടും അടുത്ത ഭാഗത്തേക്ക് നമുക്ക് അടുത്ത് നോക്കാം. പരിശുദ്ധ കന്യാമറിയത്തിന്റെ സാന്നിധ്യം കൊണ്ട്, അഭിവാദ്യം കൊണ്ട് തൻ്റെ ഉള്ളിൽ കടന്ന സ്നാപയോഹന്നാൻ അഭിഷേകത്താൽ കുതിച്ചു ചാടി എന്ന് തിരിച്ചറിഞ്ഞ എലിസബത്ത് പരിശുദ്ധ കന്യാമറിയത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ പരിശുദ്ധ കന്യാമറിയം എന്താ ചെയ്തത്? ആ സ്തുതി കേട്ട് അങ്ങ് സന്തോഷിച്ച് അങ്ങ് പൊങ്ങുകയാണോ ചെയ്തത്? അല്ല. വിനയത്തോടെ, വലിയ വലിയ എളിമയോടെ പരിശുദ്ധ കന്യാമറിയം ഒരു കീർത്തനം പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുക ചെയ്തത്, ദൈവത്തെ ആരാധിക്കുക ചെയ്തത്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. നോക്കി, നമുക്കിത് പറയാൻ പറ്റുമോ? നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവജനം പറയും, ബ്രദറേ എന്തൊരു അഭിഷേകം, ഫാദറേ സിസ്റ്ററേ എന്തൊരു അഭിഷേകം. ഇത് കേട്ടുമ്പോൾ നമ്മളങ്ങ് പൊങ്ങുകയാണ്.
അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിൽ ഒരു രോഗശാന്തി നടന്നു, അത്ഭുതം നടന്നു, അടയാളം തന്നു, ദൈവം പ്രവർത്തിക്കുന്നു കരുണയാല്, ഇത് നമ്മൾ ക്രെഡിറ്റ് എടുത്തിട്ട് കാര്യമുണ്ടോ? എൻ്റെ ശുശ്രൂഷ വഴി, എൻ്റെ പ്രാർത്ഥന വഴി, എൻ്റെ ശുശ്രൂഷ വഴിയാണ് അത്ഭുതമുണ്ടായത്, രോഗശാന്തി ഉണ്ടായത്, അത് നടന്നത്, ഇത് നടന്നത്. ഇത് നമ്മൾ കൊട്ടിഘോഷിക്കുന്നത് നമ്മുടെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയല്ല. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയണം. ഒന്നും മറഞ്ഞിരിക്കത്തില്ല, എല്ലാം വെളിപ്പെടും. അത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കണം, ദൈവ മഹത്വം കിട്ടുന്ന തരത്തിലായിരിക്കണം. നമ്മൾ ശുശ്രൂഷകർ പഠിക്കേണ്ട വലിയൊരു പാഠം പരിശുദ്ധ അമ്മയിൽ നിന്നുണ്ട്. മറ്റുള്ളവർ സ്തുതിച്ചപ്പോൾ, മറ്റുള്ളവർ പ്രൈസ് ചെയ്തപ്പോൾ ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തിന് സകല മഹത്വം കൊടുത്തു, ഒരു ദാസിയായി താണു. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടെയൊക്കെയാണ് നമ്മൾ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കേണ്ടത്, പാഠങ്ങൾ പഠിക്കേണ്ടത്. നമ്മുടെ മുന്നിൽ വലിയൊരു റോൾ മോഡലാണ്. നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചു, നമുക്ക് വേണ്ടി സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ അമ്മയായിട്ട് നിൽക്കുന്ന പരിശുദ്ധ കന്യാമറിയം. ഇനി വീണ്ടും കാണുക പരിശുദ്ധ അമ്മ. പ്രസവത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പാടുണ്ടാകുന്നു. നസ്രത്തിലേക്കുള്ള യാത്ര ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗർഭിണിയായിരിക്കുന്നു, ദൈവമാ ഉള്ളിൽ കിടക്കുന്നത്, നീതിമാനാ ഔസപിതാവാ കൂടെയുള്ളത്, പരിശുദ്ധിയാണ് കന്യാമറിയം. കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് വിമാനമൊന്നും ഒരുക്കി കൊടുത്തില്ല. കഴുതപ്പുറത്താ യാത്ര, രാവും പകലും. പ്രസവിക്കാൻ ഇടം കിട്ടിയില്ല. എന്തേ ദൈവം ഒരുക്കിയില്ല? ഒരു വീടോ സത്രമോ ഒരുക്കിയില്ല. എല്ലായിടത്തും നോ പറഞ്ഞു. ദൈവം ഇങ്ങനെയൊക്കെയാണ്. തൻ്റെ മകന്റെ ജീവിതത്തിൽ പോലും സഹനം അനുവദിച്ചു, മാതാവിന്റെ ജീവിതത്തിലും ഔസപിതാവിന്റെ ജീവിതത്തിലും സഹനം അനുവദിച്ചു, കഷ്ടപ്പാട് അനുവദിച്ചു. പക്ഷേ അവർ തള്ളി പറഞ്ഞില്ല ദൈവത്തെ. മാതാവ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. എന്തേ ഈ കഷ്ടത തന്നു? പരാതി പറഞ്ഞില്ല. ഈശോ പരാതി പറഞ്ഞില്ല. ഏറ്റവും ദരിദ്രനായി ഈശോ പിറന്നു, കാലിത്തൊഴുത്തിൽ പിറന്നു. ഔസപിതാവും പരാതി പറഞ്ഞില്ല. നോക്കിക്കേ, നമ്മളോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗം അനുവദിക്കുമ്പോൾ, തകർച്ച അനുവദിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് എന്തെല്ലാം പറയും? ഞാൻ നേർച്ചയിട്ടതല്ലേ, ഞാൻ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചതാണ്, ഞാൻ എന്തെല്ലാം ചെയ്തതാ, എന്നിട്ടും എൻ്റെ ദൈവമേ നീ എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുവദിച്ചില്ലേ, ഞാൻ സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷെ സിസേറിയനായി പോയി. എന്തെല്ലാം പരാതികളാണ് നമുക്കുള്ളത്. ഈ പരാതി പറച്ചിലാണ് നമ്മുടെ അഭിഷേകം നഷ്ടപ്പെടുത്തി പോകുന്നത്, ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയുന്നത്. മാതാവ് പരാതി പറഞ്ഞില്ല. ഈശോയ്ക്കും പരാതിയില്ലായിരുന്നു. ലോകത്തെ ഏറ്റവും ദരിദ്രനായിട്ട് ഈശോ പിറന്നു, വേറെ ആർക്കും അവകാശപ്പെടാനില്ലത്. നോക്കിക്കേ അവരുടെ താഴ്മ എളിമ. മാതാവ് ഔസപിതാവിനെ കുറ്റം പറഞ്ഞില്ല. നിങ്ങൾ എന്തേ ആശുപത്രി റെഡിയാക്കിയില്ല? ഇന്നത്തെ ഭാര്യമാരാണെങ്കിൽ ഭർത്താക്കന്മാരെ എത്രമാത്രം കടത്തിപ്പറപ്പിക്കുമായിരുന്നു. കാലിത്തൊഴുത്തി പ്രസവിക്കാനേ. നല്ല 5 സ്റ്റാർ ഹോസ്പിറ്റൽ ഉണ്ടോ? നല്ല ബെഡുണ്ടോ? നല്ല ഡോക്ടർമാരുണ്ടോ? നിങ്ങൾ സ്ത്രീകൾ പഠിക്കണം. പരിശുദ്ധ കന്യാമറിയം ആരായിരുന്നു, എന്തായിരുന്നു എന്ന്. വീണ്ടും ഹെറോദോസിനെ ഭയന്നുള്ള യാത്ര. നോക്കിക്കേ, പ്രസവം കഴിഞ്ഞ ഉടനെയാണ്. പ്രസവരക്ഷയില്ല, പിഴിച്ചിലില്ല, തിരുമ്മലില്ല, ശുശ്രൂഷകളൊന്നും കിട്ടുന്നില്ല. നോക്കിക്കേ, പ്രസവിച്ച ഉടനെ വീണ്ടും ഈജിപ്തിലേക്കുള്ള യാത്ര, നീണ്ട യാത്ര, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്. പരാതി പറഞ്ഞില്ല ഒരക്ഷരം പോലും. ഔസപിതാവും പറഞ്ഞില്ല. ദൈവമാ കൂടെയുള്ളത്. ദൈവമേ നീ എന്താ ചെയ്യാത്തൊന്നും ചോദിച്ചില്ല. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി വീണ്ടും കാണാം പരിശുദ്ധ കന്യാമറിയം 12ാമത്തെ വയസ്സിൽ ഈശോയും കൂട്ടിക്കൊണ്ട് മാതാവും ഔസപിതാവും കൂടെ ദേവാലയത്തിൽ പോകുന്നു. അവിടെ കൊണ്ട് കർത്താവിനെ സമർപ്പിക്കുന്നു. തിരിച്ചു പോരുമ്പോൾ കർത്താവിനെ കാണാതെ പോകുന്നു. 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് തിരിച്ചറിയുന്നത് ഈശോ കൂടെയില്ലെന്നുള്ള കാര്യം. വീണ്ടും ഈശോയെ തേടി പോകുന്നു. ഈശോ അപ്പോൾ ജ്ഞാനികളുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ജ്ഞാനത്തിന്റെ ഉറവിടമായ യേശുക്രിസ്തു യഥാർത്ഥ ജ്ഞാനമില്ലാതിരുന്ന ആൾക്കാരെ, ലോകത്തിന്റെ അറിവ് മാത്രം ഉണ്ടായിരുന്നവരെ സ്വർഗീയ ജ്ഞാനം പറഞ്ഞ് അവരെ പഠിപ്പിക്കുന്നു. മാതാവ് എന്ന് ചോദിക്കുന്നുണ്ട്, കുഞ്ഞെ ഞങ്ങളോട് ചെയ്തത് എന്തേ? അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? മാതാവ് തിരിച്ചൊന്നും പറയുന്നില്ല. നോക്കിക്കേ, മാതാവിന് അറിയാമായിരുന്നു ഇത് യേശുവാണ്, ലോകരക്ഷകനാണെന്ന്. ഇതൊന്നും അറിയാത്ത വ്യക്തിയാണോ? ഒരക്ഷരം പരാതി പറയുന്നില്ല. ഈശോയും ഒന്നും മിണ്ടാതെ അവർക്ക് വിധേയപ്പെട്ടൊന്നും ജീവിക്കുന്നു. നോക്കിയേ, രണ്ടുപേരുടെയും ജീവിതം നോക്കിയേ. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. തർക്കിക്കാനോ താഴ്ത്താനോ മത്സരിക്കാനോ ഒന്നും രണ്ടുപേരും ശ്രമിക്കുന്നില്ല. രണ്ടുപേരും പിതാവാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. നോക്കിക്കേ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടോ? ഈശോവിന്റെ പ്രായത്തിലും ജ്ഞാനത്തിലും വളർന്നു വരുന്നു, മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ടവനാവുന്നു, ദൈവത്തിന് പ്രിയപ്പെട്ടവനായിട്ട് ജീവിക്കുന്നു. നോക്കിക്കേ, ഈശോ വളർന്നു, ഈശോയുടെ പിന്നാലെ മാതാവ് നടക്കുന്നു. കാനായിലെ കല്യാണത്തിന് ഈശോനെ മാതാവിനെ അവർ ക്ഷണിച്ചു. ആ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ആ വീട്ടിലെ പ്രശ്നം അറിഞ്ഞു. അമ്മ അറിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? ആ വീട്ടിലെ കുറവ് മറ്റുള്ളവരോട് പറഞ്ഞ് കളിയാക്കാൻ ശ്രമിച്ചില്ല, നാട്ടുകാരെ അറിയിച്ചില്ല. അവരെല്ലാവരും കല്യാണത്തിന് വിളിച്ചു വരുത്തിയിട്ട് വീഞ്ഞില്ല.
നമ്മളാണെങ്കിലും ഒരു കല്യാണ വീട്ടിൽ ചെന്നിട്ട് അവിടെ എന്തെങ്കിലും ചിക്കൻ കറി കുറഞ്ഞു പോയി എന്നറിയുക, അല്ലെങ്കിൽ അവിടെ മീൻകറി ഇല്ല എന്നറിയുക, വളിച്ചു പോയി എന്നറിയുക. നമ്മളാണ് 10 പേരോട് പറഞ്ഞ് അവരെ നാണം കെടുത്തിരുന്നു. നോക്കിക്കേ, എല്ലാവരും വിളിച്ചു വെത്തിരിക്കുക, ചിക്കൻ കറിയോ ചീത്തയായിപ്പോയി, ആവശ്യത്തിന് ഫുഡില്ല, 500 വരെ വിളിച്ചേച്ചും 200 വരെ വിളിച്ചിരിക്കുന്നു, എന്തെല്ലാം പറയും. മാതാവ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിലെ കുറ്റവും കുറവും വേറൊരു സ്ഥലത്ത് പറയരുത്. പറയേണ്ട ഒരാളുണ്ട്, യേശുവിൻ്റെ അടുത്ത് പറയണം. അവരുടെ വീട്ടിൽ ഇന്ന കുറവുണ്ട്, അവർക്ക് ദാരിദ്ര്യമുണ്ട് എൻ്റെ ഈശോയെ, അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ല എൻ്റെ ഈശോയെ, അവർക്ക് കുട്ടികളില്ല ഈശോയെ, അവർക്ക് കടബാധ്യതയുണ്ട്, അവർക്കൊരു നല്ല വീട് വേണം, അല്ലെങ്കിൽ അവർക്ക് രോഗശാന്തി വേണം, അവർക്ക് സമാധാനം വേണം, നല്ലൊരു കുടുംബജീവിതം വേണം. പരിശുദ്ധ അമ്മയിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ ഇതൊക്കെയാണ്. മാതാവ് വേറെ ആരുടെ അടുത്ത് പറയാതെ എല്ലാം നൽകാൻ കഴിവുള്ള സർവശക്തനായ യേശുവിനെ അടുത്ത് എന്ന് പറഞ്ഞു. അവർക്ക് വീഞ്ഞു തീർന്നു പോയി. ഈശോ ചോദിച്ചു, സ്ത്രീയെ എനിക്ക് നിനക്കും എന്തേ? നമ്മൾ വിവാഹത്തിന് വന്നതല്ലേ, കാര്യങ്ങൾ ഇടപെടണോ? സ്ത്രീയെ എന്നുള്ള ലേഡി എന്നുള്ള റെസ്പെക്റ്റബിൾ വാക്കാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇംഗ്ലീഷിൽ പറയുന്നതാണ്, തരം താഴ്ത്തി പറയുന്ന വാക്കല്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ ലേഡി, ദ റെസ്പെക്റ്റബിൾ വേർഡാണ്. ഉൽപ്പത്തിയിലെ സ്ത്രീ ബഹുമാനപൂർവ്വമുള്ള വാക്കാണ്, കൊച്ചാക്കുന്ന വാക്കല്ല. അപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? അവിടെ നിന്ന് ഭൃത്യന്മാരോട് പറഞ്ഞു, അവൻ പറയുന്നത് കേൾക്കുവീൻ. കേട്ടോ, അമ്മ അവിടെ ആളാകുന്നില്ല. വെള്ളം വീഞ്ഞാക്കാൻ കൃപയുണ്ടായിരുന്നു മാതാവിന്, യാതൊരു സംശയമില്ല. ഇന്നത്തെ ദേവദാസന്മാർക്ക് രോഗശാന്തി കൊടുക്കാനോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനോ കഴിവുണ്ടായിരുന്നെങ്കിൽ, വിശുദ്ധ അന്തോനീസിന് അത്ഭുത പ്രവർത്തനത്തിന് കഴിവുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പറക്കും പുണ്യാളന് പറക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ, പരിശുദ്ധ കന്യാമറിയത്തിന് ഇഷ്ടം പോലെ വരങ്ങളും കൃപകളും ഫലങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉപയോഗിച്ചില്ല. തന്നേക്കാൾ വലിയ കർത്താവ് നിൽക്കുമ്പോൾ മാതാവ് ഈശോയ്ക്കെല്ലാം വിട്ടുകൊടുത്തു, ഈശോയ്ക്കെല്ലാം മഹത്വം കൊടുത്തുകൊണ്ട് എളിമയോടെ മാറി നിൽക്കുന്നു. ഈശോ പറഞ്ഞു, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കൂ. ഈശോ പറഞ്ഞത് അവർ അനുസരിച്ചു, വെള്ളം വീഞ്ഞായി. ഈശോയുടെ മഹത്വം അവർ കണ്ടു. നോക്കിക്കേ, ഇതാണ് ഈശോയും പരിശുദ്ധ കന്യാമറിയം ഒരു വീട്ടിലുണ്ടെങ്കിലുള്ള കാര്യം. ഇതാണ്, അവരെ നമ്മൾ സ്നേഹിക്കണം. രണ്ടുപേരെയും നമ്മുടെ ഹൃദയത്തിൽ സ്നേഹിക്കണം, വീട്ടിൽ സ്നേഹിക്കണം. ഈശോയെ സ്തുതിക്കണം, ആരാധിക്കണം, ഈശോയുടെ വചനം അനുസരിക്കണം. അതുപോലെ മാതാവ് പറഞ്ഞ വചനം നമ്മൾ അനുസരിക്കണം. മാതാവ് ഈശോയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. മാതാവിനോട് നമ്മൾ മധ്യസ്ഥം അപേക്ഷിക്കണം. നോക്കിക്കേ, മാതാവ് ഇടപെടുന്ന കണ്ടില്ലേ? ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരട്ടെ മാതാവും ഈശോയും. നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റണം, അവരെ അംഗീകരിക്കാൻ പറ്റണം. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ദൈവത്തിൻ്റെ കൃപ കടന്നു വരും. മാതാവ് പിന്നെ നമ്മൾ കാണുന്നത് ഈശോയുടെ പിന്നാലെ പോവുകയാണ്. ഈശോ കുരിശുമായിട്ട് പോകുന്നു, മാതാവ് പുറകെ പോകുന്നു. പിന്നീട് അമ്മയും മോനും തമ്മിൽ കാണുന്നു. പിന്നീട് മാതാവ് കുരിശിൻ്റെ അരികെ നിൽക്കുന്നു. അപ്പോഴാണ് ഈശോ യോഹന്നാന് മാതാവിനെ ഏൽപ്പിക്കുന്നതും മാതാവിന് യോഹന്നാനെ ഏൽപ്പിക്കുന്നതും. ഇതിലൂടെ നമ്മളെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിക്കുന്നത്. നോക്കിക്കേ, മറ്റു ശിഷ്യന്മാരെല്ലാവരും ഇട്ടിട്ട് പോയി. ആരൊക്കെ ഉണ്ടായിരുന്നു അടുത്ത്? മാതാവ് യോഹന്നാനും മാത്രം. ഇന്നും അങ്ങനെയൊക്കെയാണ്. ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ, പലവിധ കാര്യങ്ങളുണ്ടാകുമ്പോൾ എല്ലാവരും ഇട്ടിട്ട് പോകും. വളരെ കുറച്ച് പേര് മാത്രമേ കർത്താവിൻ്റെ കൂടെ കാണുകയുള്ളൂ. ബാക്കി എല്ലാവരും ഇട്ടിട്ട് പോകും. ടെംപ്റ്റേഷൻ വരുമ്പോൾ, ഭീഷണി വരുമ്പോൾ, ലോകത്തിന്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ എല്ലാവരും ഓടിപ്പോവും. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കർത്താവിന് വേണ്ടി നിലകൊള്ളുള്ളൂ ലോകത്തിലാണ്. നമ്മൾ ആ കൂട്ടത്തിൽ ഉണ്ടാകണം, നമ്മൾ നിലനിൽക്കണം, നമ്മൾ തിരിച്ചറിയണം. മാതാവ് ഒരിക്കലും കരഞ്ഞുകൊണ്ട് നടക്കുകയില്ലായിരുന്നു. മാതാവിന് അറിയാമായിരുന്നു ഈ സഹനത്തോടൊപ്പം പങ്കുചേരുവാൻ, ഈ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരുവാൻ ദൈവം എന്നെ വിളിച്ചയാളാണ്. വളരെ ബോൾഡായി എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് കർത്താവിനോടൊപ്പം ശക്തിയായി നിന്നയാളാണ് എൻ്റെ അമ്മ. അത് നിന്റെയും അമ്മയാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ അമ്മ എൻ്റെയും അമ്മയാണ്. എൻ്റെ അമ്മയെ എനിക്ക് തന്ന നിനക്ക് നന്ദി. എന്നെ സഹായിക്കുവാനായിട്ട് നിത്യസഹായിയായി മാതാവിനെ തന്നു. നിത്യസഹായകനായി പരിശുദ്ധാത്മാവിനെ നീ എനിക്ക് തന്നു. ഈശോയെ ഒത്തിരി നന്ദി പറയുന്നു. നിന്നിലേക്ക് എത്തുവാനായിട്ട്, നീ ആയിരിക്കുന്ന സ്വർഗത്തിലെത്തുവാനായിട്ട്, അതോടൊപ്പം നീ ഇന്ന് അപ്പത്തിലും വീഞ്ഞിലും വചനത്തിലും ആത്മാവിലും എൻ്റെ കൂടെയുണ്ട്. ഈശോ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട്, നിന്റെ അമ്മയെ സ്നേഹിക്കുവാനായിട്ട്, നിന്റെ അമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനായിട്ട്, ഈശോയെ നിന്നെ സ്തുതിപ്പാനായിട്ട്, ആരാധിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആമേൻ.